ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വിഷു ഓൾ. വിഷു ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പായസം തന്നെ ആയാലോ. സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കുന്ന ഒരു ഫീല് അത് പൊളിയല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഞാനിതിൽ മെഷർമെൻറ്റും ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പച്ചരി കുറച്ച് സമയം ഒന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. ഇനിയിപ്പോൾ ഇതാ ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 1.5 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു 500 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര നിങ്ങളിതിപ്പോൾ എന്താ പറയുക പൊടിച്ചിട്ടാകുമ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമായിട്ടോ ഉണ്ടാവുള്ളൂ. മധുരം ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ശർക്കര നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പായസവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനിയിപ്പോൾ ഇത് നമ്മൾ വേവിക്കാൻ വെച്ച പച്ചരിയില്ലേ അത് നല്ലതുപോലെ കുക്കായിട്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങേൻ്റെ 2ാം പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 3 കപ്പോളം 2ാം പാലുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ 2ാം പാലിൽ കിടന്നിട്ടും വീണ്ടും അരി നല്ലോണം കുക്കായി വരണം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 2-3 ഏലക്കായന് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരയില്ലേ ഇതിപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കറക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരയില്ലേ അത് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിക്ക് എങ്ങനെയുണ്ടെങ്കിൽ അതിനാണ് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക. കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ ഇതൊന്ന് നല്ലോണം തിക്കായി വരും കേട്ടോ. ഈ സമയം ഇപ്പോൾ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് അഥവാ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ മധുരം കൂട്ടിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരണം, അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ച പാലും അരിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. അപ്പോൾ പായസത്തിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ പാലും അരിയും ഒക്കെ ഒരുമിച്ചായിട്ട് നല്ല തിക്കായിട്ടാട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ തേങ്ങേൻ്റെ 1ാം പാലില്ലേ അതൊരു 1.5 കപ്പോളം അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക ഈ അരിപ്പായസത്തിൽ സ്വതവേ എന്താ പറയുക നെയ്യ് ചേർക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക ഈ സമയത്ത് നെയ്യ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യിൽ കുറച്ച് തേങ്ങ കൊത്തില്ല അത് വറുത്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ വറുത്തിട്ടിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്താലും മതി. ചേർക്കാത്തവരുണ്ട് ചേർക്കുന്നവരുണ്ട്, നമ്മളിഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു ചെറിയ പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം നെയ്യില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. തേങ്ങാക്കൊത്തും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലോണം കളർ മാറ്റിയെടുക്കുക കേട്ടോ. ഗോൾഡൻ ബ്രൗൺ നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ തേങ്ങാക്കൊത്തെല്ലാം നല്ലോണം ഞാനിപ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായ എന്താ പറയുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പായസമില്ലേ അതിലേക്ക് ചൂടോടെ തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്യേണ്ട, കുറച്ച് സമയം ഇത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ മൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പച്ചരി പായസം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഈ വിഷുവിന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം.